MES College of Engineering and Technology കുന്നക്കര APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. അടിപ്പാതയും യൂട്ടേണും ആവശ്യപ്പെട്ടുകൊണ്ട് ചിറ്റാറ്റുകര പഞ്ചായത്ത് സർവകക്ഷി സംഘത്തിന്റെ നേതൃത്വത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ സായാഹ്നം സംഘടിപ്പിച്ചു. NH66 പട്ടണം കവലയിൽ അടിപ്പാതയും ചിറ്റാറ്റുകര കവലയിൽ യൂട്ടേണും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി സംഘത്തിന്റെ നേതൃത്വത്തിൽ പട്ടണം കവലയിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സനീഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ചിറ്റാറ്റുകര പഞ്ചായത്ത് അടക്കമുള്ള നമ്മുടെ ഈ പ്രദേശത്തുള്ളത്. അപ്പോൾ പരമാവധി ഇതിനു വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രൊജക്ട് ഡയറക്ടർ അടക്കമുള്ളവർ സൈറ്റ് സ്ഥലം സന്ദർശിച്ചപ്പോൾ നമ്മൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. MP MLA അടക്കമുള്ളവർക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് അടക്കം ഇവിടെ പരാമർശിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 2017 നടന്ന ഒരു മീറ്റിങ്ങിൽ സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച്, വീതി കൂട്ടുന്നത് സംബന്ധിച്ച ഒരു അജണ്ട മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി കോപകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ, MP പിയേഴ്സൺ, TS രാജൻ, MV ജോസ്, സിംന സന്തോഷ്, KB അനന്തൻ, VA താജുദ്ദീൻ, PP അരുഷ്, MA സുധീഷ്, CV ബോസ്, NP രാജൻ, സാറ BV സലീം, ലേബി സാജു, സമീറ ഉണ്ണികൃഷ്ണൻ, വാസന്തി പുഷ്പൻ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാവുന്നവരെ കളക്ടർ ഉൾപ്പെടെ ഈ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞത് ഉണ്ട് എന്നാണ്. നോക്കാം, ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് പറഞ്ഞു നോക്കാമെന്നാണ് പറഞ്ഞത്. ഈ സമരം നമുക്കിപ്പോ ഇവിടെ ഇത്രയും വർക്കെത്തിയിരിക്കുന്ന സമയത്ത് ഇതിനിടയ്ക്ക് ഞാൻ പലപ്പോഴും ഞങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ട് ഇവരെ കാണാൻ പോവുകയുണ്ടായിരുന്നു. അപ്പോൾ പ്രൊജക്ട് ഓഫീസർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന് ഭൂമി എടുത്തു തരാനുള്ള അവകാശമുള്ളൂ, അതിന്റെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും കേന്ദ്ര നോംസാണ്. അത് പറയാനുണ്ടായ കാരണം നമ്മുടെ ഈ പാലങ്ങളുടെ പൊക്കവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി. അപ്പൊ പറവൂപ്പാലം പല മീറ്റിങ്ങുകളിലും ഇവിടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലോക്കിന്റെ ഈ ഡിവിഷനിലെ മെമ്പറായിട്ടുള്ള സിംന സന്തോഷ് അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരെല്ലാവരും തന്നെ ആ മീറ്റിങ്ങുകളിൽ അടക്കം പങ്കെടുത്തു പോയിട്ടുള്ള ആളുകളാണ്. അവരിരുന്ന സമയത്തും ഈ കാര്യം കൃത്യമായിട്ട് പട്ടണം കവലയുടെ പ്രാധാന്യം അല്ലെങ്കിൽ പട്ടണം പ്രദേശത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് മാത്രം അറിവുള്ള ഒരു കാര്യമല്ല, ലോകത്തിലെ എല്ലാവർക്കും തന്നെ. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ കേരളീയനും അല്ലെങ്കിൽ ലോക ശ്രദ്ധ തന്നെ ആകർഷിച്ച ഒരു സ്ഥലമാണ് പട്ടണം എന്ന് പറയുന്നത്. മുസ്ലിംസിന് ഖ്യാതി കേട്ട ഒരു പ്രദേശം. ആ പ്രദേശത്തെ വിസ്മരിച്ചുകൊണ്ട് ഒരു വികസന പ്രവർത്തനങ്ങളും ആരും എതിരല്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മുസ്ലിംസിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ നല്ല നിലയിൽ നമുക്ക് ഇനിയും ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വേദിയാക്കി ഇതിനെ മാറ്റണം എന്ന് തന്നെയാണ് അവരടക്കമുള്ള ആളുകൾ ആ സമയത്തെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ന്യൂസ് ബ്യൂറോ പറവൂർ.